സിസ്റ്റർ ഈ രോഗാവസ്ഥയിലായാലും പിന്നെ ആണല്ലോ ഈ കൊന്ത കിട്ടി ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഈ കൊന്ത കിട്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആശയം സിസ്റ്റർക്ക് കിട്ടിയത് എങ്ങനെയായിരുന്നു? ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ 2007 ഇവിടെ വന്നിരുന്നു. ഇവിടെ എന്നെ കൊണ്ടുവന്നാക്കി. അതായത് ഇവിടെ ഹോസ്പിറ്റലുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റൽ സൗകര്യം ഉള്ളതുകൊണ്ട് ഇഞ്ചക്ഷനും മരുന്നൊക്കെ ഇവിടെ നിന്നാകുമ്പോൾ എളുപ്പമുണ്ട്. പിന്നെ ഇവിടെയാണെങ്കിൽ ഞങ്ങളെ നോക്കാൻ ആൾക്കാരുള്ളതുകൊണ്ടും എളുപ്പമായതുകൊണ്ട് തന്നെ ഇവിടെ കൊണ്ടുപോയാക്കി. ഇപ്പോൾ ഇവിടെ പ്രായം ചെന്ന അമ്മമാരുണ്ടായിരുന്നു. അതിലൊരമ്മ ഇങ്ങനെ ഇരുന്ന് കൊന്ത കെട്ടുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നല്ല പരിപാടിയാണല്ലോ, അങ്ങനെയാണെങ്കിൽ കൊന്ത കെട്ടാന്നുള്ള ഇത് ആശയം എൻ്റെ മനസ്സിൽ വരുന്നത് അങ്ങനെയാണ്. അപ്പം അതിന് മുത്ത് സാധനങ്ങളൊക്കെ എവിടെ കിട്ടുമെന്ന് ആലോചിച്ച് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞില്ല, എന്നെ NLP എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഒരു അച്ഛനുണ്ടെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ എനിക്ക് ആദ്യം കൊന്തമുത്ത് സംഘടിപ്പിച്ച് തരുന്നത്. പിന്നെ ഞാനതങ്ങനെ കെട്ടി അങ്ങനെ ഒരു ഇതിൽ നിന്നാണ് കൊന്ത കെട്ടാനുള്ള ആശയം വന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിന് മുമ്പേ ഞാൻ നേഴ്സിംഗ് പഠിക്കുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കൊന്ത ചെല്ലുമായിരുന്നു ഭയങ്കരമായിട്ട്. കൊന്ത ചൊല്ലിയിട്ട് ഞാൻ അന്നേ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊന്തയും കൂടെ കെട്ടുമ്പോൾ എനിക്ക് ആ അക്കൗണ്ടിൽ ഇടാൻ എളുപ്പമായല്ലോ. കൊന്ത കെട്ടുമ്പോൾ കൊന്ത ചൊല്ലി അങ്ങോട്ട് കെട്ടുവാണെങ്കിൽ അക്കൗണ്ടിൽ കൊന്ത നിക്ഷേപിക്കാൻ എളുപ്പമാണല്ലോ എന്നുള്ള ഒരു ഇതുകൂടെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റായി. അങ്ങനെ ഞാൻ കെട്ടാൻ തുടങ്ങി. സിസ്റ്റർ ഇതുവരെ അക്കൗണ്ടിലേക്ക് എത്ര കൊന്ത ചൊല്ലി ഇട്ടിട്ടുണ്ടാവും? ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഒരു 500 മുഴുവൻ കൊന്ത കിടപ്പുണ്ട്. അല്ല, ആദ്യം തൊട്ടേ കൊന്ത കെട്ടാൻ തുടങ്ങിയ കാലം തൊട്ടേ സിസ്റ്റർ ഇങ്ങോട്ട്? ആദ്യത്തത് എനിക്ക് ഓർമ്മയില്ല, കാരണം ഞാൻ കോമ സ്റ്റേജിലെത്തിയപ്പം ഞാനിങ്ങനെ കിടന്നപ്പോൾ ഞാനൊരിത് കണ്ടത്, ഞാൻ അന്നേ ഈ കൊന്ത കെട്ടി ഇങ്ങനെ എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് വെക്കുമായിരുന്നു. എന്നിട്ട് ഞാനതിങ്ങനെ കണ്ടപ്പം ഞാനിങ്ങനെ കോമ സ്റ്റേജിൽ കിടന്നപ്പം ഞാൻ കണ്ടത് ഞാനിങ്ങനെ നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ എൻ്റെ മുമ്പിൽ ഇത്രയും വെള്ളം ഒരു മുടിയൊക്കെയുള്ള ഭയങ്കര ഹൈറ്റുള്ള ജൂബയൊക്കെ ഇട്ടിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട്. അവരുടെ കയ്യിലൊരു ഒട്ടകവും ഉണ്ട്. എന്നിട്ട് അവരിങ്ങനെ പോയിട്ട് ഇവർ ഒരു സ്ഥലം എത്തിയപ്പോൾ അവരവിടെ ഇരുന്നു. എന്നിട്ട് ഒട്ടകത്തിന് തീറ്റയൊക്കെ കൊടുത്തു. എന്നിട്ട് അവരവിടുന്ന് വീണ്ടും പോയി. പക്ഷെ എനിക്ക് അവരുടെ ആരുടെ മുഖം കാണത്തില്ല. എന്നിട്ട് ഞാൻ അവരുടെ പുറകെ ഇങ്ങനെ പോയി അങ്ങ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവരങ്ങോട്ടങ്ങോട്ട് പോയി. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ ഒരു തോട് പോലെ, അധികം വെള്ളമില്ല, എന്നാൽ ഇങ്ങനെ കല്ലൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഇവരെ കാണുന്നില്ല, ഇവരെങ്ങോട്ടോ പോയെന്ന് ഞാൻ കണ്ടില്ല. എന്നിട്ട് ഞാൻ എന്താ വെച്ചാൽ അതിങ്ങനെ കടന്ന് അപ്പുറത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മാതാവും കുറേ മാലാഖമാരും ഇങ്ങനെ അകലേന്ന് ഓടി വരുക. അപ്പോൾ മാതാവിൻ്റെ കയ്യിൽ ഞാൻ പിന്നെ ചെല്ലി നിക്ഷേപിച്ച ആ കൊന്ത മുഴുവനുണ്ട് അമ്മേൻ്റെ കയ്യിൽ. എന്നിട്ട് മാതാവ് എന്നോട് ചോദിച്ചു, ഞാൻ ഈ കൊന്ത എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പക്ഷെ എനിക്ക് ഒരു ഉത്തരവും കിട്ടിയില്ല. അന്നേരം അമ്മ എന്നോട് ഇങ്ങനെ കുറേ ഞാൻ ചെയ്ത നന്മകൾ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നന്മ മാത്രമല്ലല്ലോ തിന്മ. അന്നേരം പറഞ്ഞു അതെനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ എന്നോട് ചോദിച്ചു, ഇത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഒന്നും പറയാൻ കിട്ടിയില്ല. അപ്പം ഞാൻ കണ്ണു തുറന്നു. അങ്ങനെ ഒരു അനുഭവം ഉണ്ട് എനിക്ക്.